തെഹൽക്ക മുൻ ചീഫ് എഡിറ്റർ തരുൺ തേജപാലിനെ 10 വർഷത്തെ ശിക്ഷ. ബോംബെ ഹൈക്കോടതിയുടെ പൂന ബെഞ്ചാണ് ശിക്ഷിച്ചത്. നമുക്കറിയാം തേജ്പാലിൻ്റെ ചരിത്രങ്ങൾ. തരുൺ തേജ്പാൽ തെഹൽക്ക തുടങ്ങിക്കഴിഞ്ഞപ്പം 2013 അവിടെ ഒരു ഗോവ അതിലൊരു പ്രോഗ്രാം വെച്ചിരുന്നു. ആ പരിപാടിക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരിയെ അവിടെ ഒരു ഹോട്ടലിൽ അവിടുത്തെ ലിഫ്റ്റിനകത്തിട്ട് ഇയാൾ പീഡിപ്പിച്ചു എന്നാണ് പരാതി. അവർ ഒരു പരാതി കൊടുത്തു. 2013 ഗോവയിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ശേഷം അതിൻ്റെ ട്രയൽ നടന്നു. ട്രയൽ നടന്ന ശേഷം ആ കേസിനകത്ത് തെളിവില്ല എന്ന് കണ്ടു 2021 അതിനെ തേജ്പാലിനെ കുറ്റവിമുക്തനാക്കി. 2019 പല കടമ്പകൾ കടന്ന് അതിൻ്റെ ട്രയൽ തുടങ്ങിയത്. 2021 കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. ഇതിന് ഗോവൻ സർക്കാർ മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അതിൻ്റെ ആ മഹാരാഷ്ട്രയിലെ അപ്പീൽ കോടതിയിലെ ഒരു ബെഞ്ച് പൂനെയിലുണ്ട്. ആ പൂനെയിലെ ആണ് ഇപ്പോൾ ഇതിൻ്റെ വാദങ്ങൾ കേട്ടത്. ജസ്റ്റിസുമാരായ ഡോക്ടർ നീലം ഗോഖലെ, അമിത് ജംസന്ദേക്കർ, അങ്ങനെ 2 ജഡ്ജസാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ അപ്പീൽ കേട്ടത്. അത് കീഴ്ക്കോടതി വെറുതെ വിട്ട കേസാണ് എങ്കിലും കോടതി അത് സസൂക്ഷ്മം അതിൻ്റെ അപ്പീൽ കേട്ടു. ബോംബെയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ അബാദ് പോണ്ടയാണ്. അയാളുടെ ടീമുമാണ് തെഹൽക്കയുടെ മുൻ ചീഫ് എഡിറ്ററെ കേസ് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. തരുൺ തേജ്പാലിനെ ആ കോടതി ഈ വാദമുഖങ്ങൾ എല്ലാം കേട്ടു. അതിനുശേഷം ഇതിനകത്ത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഫ്ലാറ്റ് ആ ലിഫ്റ്റിൽ വെച്ച്, ആ ഹോട്ടലിൻ്റെ ലിഫ്റ്റിൽ വെച്ചാണ് എന്ന് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും അവരുടെ സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ വിറ്റ്നസ്സുകളും അന്ന് മുതൽ 2013 സംഭവമാണെങ്കിലും അത് വലിച്ചു നീട്ടി 2021 അത് വെറുതെ വിട്ടത്. പക്ഷേ അത് വീണ്ടും അപ്പീലിൽ പോയി. ഇപ്പോൾ ആ അപ്പീൽ മുഴുവൻ കേട്ടു. ഏതായാലും ആ 2 ജഡ്ജസ് നീതിമാന്മാരാണ്. ആ പെൺകുട്ടിയുടെ മൊഴി പഠിച്ചു, അതുപോലെ തന്നെ സർക്കംസ്റ്റാൻസും പഠിച്ചു. ഏതായാലും മുതിർന്ന ഒരു പത്രപ്രവർത്തകനായ തരുൺ തേജ്പാലിനെ അവർ കുറ്റക്കാരനാണെന്ന് കണ്ട് 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അദ്ദേഹത്തിന് 5 ലക്ഷം രൂപയുടെ പിഴയും കൂടെ ഇമ്പോസ് ചെയ്തു. ഇത് നമ്മൾ ആലോചിക്കണം. സത്യവും നീതിയുമായിട്ട് ഒരു കേസ് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും ആ കേസിന് റിസൾട്ട് ഉണ്ടാവും. ചിലപ്പം ചില സ്വാധീനത്തിൻ്റെ ഒക്കെ പുറത്ത് ഇപ്പം ഈ തരുൺ തേജ്പാലിൻ്റെ സ്വാധീനം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ വക്കീലന്മാരുടെ മിടുക്കുകൊണ്ടോ ലോവർ കോടതിയിൽ ആ കേസ് വെറുതെ വിട്ടുപോയെങ്കിലും ആ കേസിനകത്ത് പീഡിപ്പിച്ച ആ പെൺകുട്ടി, ഇയാളുടെ സഹപ്രവർത്തക, ഇയാളുടെ കീഴ് ജീവനക്കാരി, അവരുടെ മൊഴി, ആ മൊഴിക്ക് എന്താണ് അവിശ്വസിക്കേണ്ട ഒരു കാര്യം? അവരുടെ മൊഴി അതേപടി കോടതി പഠിച്ചു. ആ ഡിവിഷൻ ബെഞ്ച് അത് മനസ്സിലാക്കി, അതിൻ്റെ സർക്കംസ്റ്റൻസ് മനസ്സിലാക്കി. പക്ഷേ അവരിപ്പോഴും 2013 ഉണ്ടായ സമയം 13 വർഷം കഴിഞ്ഞിട്ടും ആ കേസിൻ്റെ പുറകെ തന്നെ നിൽക്കുകയാണ്. അവരനുഭവിച്ച വേദന അവർക്കറിയാം. അതുകൊണ്ട് സിനിമാ രംഗത്തും ഇതുപോലുള്ള പൊതുരംഗത്തും ഇതുപോലുള്ള ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന പലർക്കും അവരുടെ കീഴ് ജീവനക്കാരികളെയൊക്കെ അവർക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു ധാരണ വെച്ചിട്ട് പലരും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിവരവും പഠിപ്പും അറിവും ഉള്ളവർ ഇങ്ങനെയുള്ളതിലെടുത്ത് ചാടാതെ അവർ തങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ തങ്ങൾ പരിചയപ്പെടുന്ന സ്ത്രീകൾക്ക് മാന്യത കൊടുത്ത് അവരും നമ്മുടെ സഹോദരങ്ങളെ പോലെ കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ മാർഗ്ഗങ്ങൾ ധാരാളം ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പൂക്കോളൂ. അല്ലാതെ അവരുടെ കുടുംബത്തിലോ ബന്ധുക്കളിലോ കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലോ ഉള്ള ആൾക്കാർക്ക് എതിരായി ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യാനുള്ള അഭിവാഞ്ച ഇവർക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവരുടെ കീഴ് ജീവനക്കാരി ആണെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ പ്രത്യേക ശിക്ഷ കൂടുകയും ചെയ്യും. ഏതായാലും ആ പീഡനത്തിന് 10 വർഷത്തെ ശിക്ഷയും 5 ലക്ഷത്തിൻ്റെ ഒരു പിഴ, 10 വർഷ ശിക്ഷ 5 ലക്ഷത്തിൻ്റെ പിഴയും കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അപ്പീലില്ലേ സമയത്ത് പൂന അവിടുത്തെ
അധികാരികൾ ഇതിനെ കൈകാര്യം ചെയ്യാനും ഇത് ഹൈക്കോടതിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് നല്ല രീതിയിൽ പറയാനും വേണ്ടിയിട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ആ സർക്കാരിനും അത്ര താല്പര്യം ആ കാര്യത്തിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സോളിസിറ്റർ ജനറൽ അദ്ദേഹത്തിനെയാണ് ഈ കേസിൻ്റെ ആ വിക്ടീമിനെ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരാകാൻ ബോംബെയിലെ ഹൈക്കോടതിയിൽ വന്നത്. അതിൻ്റെ പൂന ബെഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത്, ഇതിൻ്റെ ട്രയൽ നടക്കുന്നത്. ഏതായാലും സോളിസിറ്റർ ജനറലിൻ്റെ വാദഗതികളെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു എന്നുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ ഇതുപോലെയൊക്കെ കേസ് വിട്ടുപോയെന്ന് വിചാരിച്ച് നിരാശപ്പെടരുതാരും. കാരണം ഹയർ കോടതിയിലോട്ടൊക്കെ വരുമ്പം എവിഡൻസ് അനലൈസ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ജഡ്ജിമാരാണ് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത്. ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ നല്ല അവബോധത്തോടുകൂടി അതിനെ വിശകലനം ചെയ്യും. ശിക്ഷിക്കേണ്ടവരെ എത്ര ഉന്നതരായാലും ശരി ശിക്ഷിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം.